التمسك بالأثر نجاه. متى تكون الأعمال مقبولة عند الله عز وجل? എപ്പോഴാണ് പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായി തീരുക? അല്ലേ, നമ്മൾ പല ആളുകളും പല പ്രവർത്തനങ്ങളും പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ ഇത് കുറേ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടോ നമ്മളതിൻ്റെ പിന്നിൽ കുറേ കഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടോ ഇതൊന്നും അല്ലല്ലോ. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം എന്താ? അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ പ്രവർത്തനം സ്വീകരിക്കപ്പെടണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് ഉത്തരവിടെ കൊടുക്കണം. ഇദാ കാനത്ത് ഖാലിസത്തൻ ലില്ലാഹി സുബ്ഹാനഹു വതആല വ മുവാഫിഖത്തൻ ലിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ കണ്ടീഷൻ, ആ ഒരു പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. എന്ന് വെച്ചാൽ അള്ളാഹു ഈ ഒരു പ്രവർത്തനം ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണം. ഈ ഒരു പ്രവർത്തനം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടാവുന്ന ശിക്ഷ എന്നെ റബ്ബ് എന്നിൽ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഈ പ്രവർത്തനം കൊണ്ട് എനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം റബ്ബ് എനിക്ക് നൽകണം. ഈ ഒരു ചിന്തയല്ലാതെ ഈ പ്രവർത്തനം ഞാൻ ചെയ്യുമ്പോൾ ആളുകളൊക്കെ കണ്ടിട്ട് എന്നെ പുകഴ്ത്തണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ശരീരത്തിനൊരു ഉന്മേഷം കിട്ടണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭങ്ങൾ, ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ, എന്തെങ്കിലും ഒരു ചിന്ത അവിടെ വന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രം ആയിരിക്കുക. മറ്റൊന്നും നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രതിഫലമായി അല്ലെങ്കിൽ പകരമായി കരുതാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നൊരു ഹദീസുണ്ട്, വളരെയധികം പേടിപ്പെടുത്തേണ്ട ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിലൊക്കെയും എപ്പോഴൊക്കെ ഈ ഹദീസ് ഉദ്ധരിക്കാറുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം ബോധം കെട്ട് വീഴാറുണ്ട്. എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മൻ തുസഅറു ബിഹിമുൻ നാറു സലാസ. ആദ്യമായിട്ട് ശ്രദ്ധിക്കണം, ഖിയാമത്ത് നാളിൽ നരകത്തിൽ ആദ്യമായി പ്രവേശിപ്പിക്കപ്പെടുക 3 വിഭാഗം ആൾക്കാരാണ്. അതിലൊന്നാമത്തെ ആളാരാ? ഈ ദീൻ പഠിപ്പിച്ച ഖുർആൻ പാരായണം ചെയ്തൊരാൾ. അവനെ റബ്ബിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് റബ്ബ് അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവനെ ബോധ്യപ്പെടുത്തുമ്പോൾ അവനതൊക്കെ അംഗീകരിക്കും. എന്നിട്ട് റബ്ബ് അവനോട് ചോദിക്കുക, ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുക, എന്താ? റബ്ബേ, ഞാൻ നിൻ്റെ മാർഗത്തിൽ ദീൻ പഠിച്ചു, നിൻ്റെ മാർഗത്തിൽ ദീൻ പഠിപ്പിച്ചു, നിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഖുർആൻ പാരായണം ചെയ്തു എന്ന് പറയുമ്പോൾ അള്ളാഹ് തിരിച്ച് അവനോട് പറയുക, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ ദീൻ പഠിച്ചതും പഠിപ്പിച്ചതും നീ വലിയ ആലിമാണ്, ത്വാലിബുൽ ഇൽമാണ്, ഷെയ്ഖാണ്, അല്ലാമയാണ് എന്നൊക്കെ പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതൊക്കെ ദുനിയാവിൽ പറയപ്പെട്ടിട്ടുണ്ട്, നീ ആഗ്രഹിച്ച് നിനക്ക് കിട്ടിയിട്ടുണ്ട്. നീ നല്ല വീണത്തിലും ഭംഗിയിലും സ്വരമാധുര്യത്തോടുകൂടെ ഖുർആൻ പാരായണം ചെയ്തത് നീ വലിയ കാര്യമാണ്, നല്ല ഖിറാഅത്താണ് അവൻ്റെ എന്ന് പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അത് ദുനിയാവിൽ പറയപ്പെട്ടു, നിനക്കതേ ഉള്ളൂ. നീ ആഗ്രഹിച്ച എന്താ അതേ നിനക്ക് പ്രതിഫലമുള്ളൂ. എന്നിട്ട് അവൻ്റെ വിഷയത്തിൽ അള്ളാഹു വിധി കൽപ്പിക്കുകയും മുഖം നിലത്ത് കുത്തിയ അവസ്ഥയിൽ വലിച്ചയച്ചുകൊണ്ട് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. ഇതേപോലെ രണ്ടാമത് കൊണ്ടുവരപ്പെടുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ പങ്കെടുത്ത് ഷഹീദായ ഒരാളെ. അയാളെ ഇതേപോലെ റബ്ബ് അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ എന്നിട്ട് ആ അനുഗ്രഹങ്ങൾക്ക് പകരമായി എന്താണ് എനിക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയെന്താ? റബ്ബേ, ഞാൻ നിൻ്റെ മാർഗത്തിൽ നിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എൻ്റെ സമ്പത്തും ശരീരവും നിനക്ക് വേണ്ടി ഞാൻ ത്യജിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടും പറയും,
കദബ്ത, നീ പറഞ്ഞത് കളവാണ്. നീ ഈ യുദ്ധത്തിൽ പങ്കെടുത്തതും ഈ വീരശൂര പരാക്രമങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതൊക്കെ ആളുകൾ നീ ഒരു വീരനാണ്, വലിയ ധൈര്യശാലിയാണ്, അങ്ങേയറ്റം ആക്രമിക്കുന്ന, ആരെയും കൂസാത്തവനാണ് എന്നൊക്കെ പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതൊക്കെ നിനക്കതേ ഉള്ളൂ, അതൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. നീ ആഗ്രഹിച്ച് നിനക്ക് കിട്ടി, അത്രേ നിനക്കുള്ളൂ. അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അതേപോലെ മൂന്നാമത് കൊണ്ടുവരപ്പെടുക അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച ഒരു ധർമ്മിഷ്ഠനെ, അവനെ ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, വലിയ പ്രവർത്തനങ്ങളൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരാൾ ഷഹീദായി, ഒരാൾ അവൻ്റെ ജീവിതം ഇൽമിനും ഖുർആനും വേണ്ടി മാറ്റിവെച്ചു, മറ്റൊരാൾ അയാളുടെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വലിയ വലിയ പ്രവർത്തനങ്ങളാണ്. പക്ഷെ റബ്ബിൻ്റെ അടുക്കൽ അതിനൊരു വിലയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രവർത്തനം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത് വേണ്ട കണ്ടീഷൻ അത് റബ്ബിന് വേണ്ടി മാത്രമായി. അത് നമ്മുടെ റബ്ബിനെ പറ്റി എന്താ വിചാരിക്കുന്നത്? റബ്ബിനെ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് റബ്ബിനൊരു ആവശ്യമില്ല അതിലേക്ക്. റബ്ബ് എല്ലാവരിൽ നിന്നും ധന്യനാണ്, ഖനിയാണ്, ഹമീദാണ്. നമ്മളിപ്പോൾ 4 ആൾ ഇസ്ലാം സ്വീകരിച്ചില്ല എന്ന് വെച്ചാൽ റബ്ബിനൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. നഷ്ടം നമുക്ക് മാത്രമാണ്. നമ്മളുടെ പ്രവർത്തനങ്ങൾ റബ്ബിൻ്റെ തൃപ്തി മാത്രമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ റബ്ബിനത് മതി, അല്ലെങ്കിൽ റബ്ബ് സ്വീകരിക്കൂല. മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ആ പ്രവർത്തനം റബ്ബിന് വേണ്ട, റബ്ബ് സ്വീകരിക്കൂല. ഒന്നാമത്തെ കണ്ടീഷൻ അതാ, അള്ളാഹുവിന് തൃപ്തി മാത്രമായിരിക്കണം ആ പ്രവർത്തനത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. രണ്ടാമത്തത് ഇവിടെ കൊടുക്കുന്നത് വ മുവാഫിഖത്തൻ ലി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തിനോട് യോജിക്കുന്ന രൂപത്തിലായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരാകരുത്. പല ആൾക്കാരും നല്ലതല്ലേ, അതെന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സന്ദർഭത്തിൽ റബീഉൽ അവ്വലൊക്കെ ആവാറായിട്ടുണ്ട്. പല പള്ളികളിലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ പല പരിപാടികൾക്കുള്ള പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നബിദിനം ആഘോഷിക്കാൻ, ഈദ് മീലാദിൻ നബി. അവർ പറയാൻ എന്താ, നല്ല കാര്യമല്ലേ, ഭക്ഷണം കൊടുക്കുന്നു, മുട്ടായി വിതരണം ചെയ്യുന്നു, പായസം കൊടുക്കുന്നു, കുട്ടികൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നു, വർണ്ണക്കടലാസുകൾ കൊണ്ട് അലങ്കരിക്കുന്നു, വീടുകളിൽ ലൈറ്റ് തൂക്കുന്നു. ഇതൊക്കെ ദീൻ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല നല്ല കാര്യങ്ങളല്ലേ, ഇതിനൊക്കെ എന്താ കുഴപ്പം? ഇതൊക്കെ റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ, അത് നമ്മൾ എത്ര നല്ല ഉദ്ദേശം വെച്ച് ചെയ്താലും റബ്ബിൻ്റെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കുന്നുവെങ്കിലും റബ്ബ് അത് സ്വീകരിക്കൂല. അങ്ങനെ നമ്മൾക്ക് തോന്നിയതൊക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ റസൂലിനെ അയക്കേണ്ട ആവശ്യം എന്താ? അള്ളാഹ് അവനെ കൽപ്പിച്ചാൽ പോരെ, മുഅ്മിനീങ്ങളെ, തൗഹീദുള്ളവരെ, നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നതൊക്കെ നിങ്ങൾ ചെയ്തോളി എന്ന് കൽപ്പിച്ചാൽ പോരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കേണ്ട ആവശ്യം പിന്നെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിലേക്ക് അയച്ചത് ആ റസൂൽ എന്താണോ ദീനായി കാണിച്ചു തന്നത് അതേ ദീനാവുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിന് എങ്ങനെ ദീനനുസരിച്ച് ജീവിക്കാൻ പ്രാക്ടിക്കലായി പഠിപ്പിച്ച് വിട്ടേച്ചു പോയോ അങ്ങനെ ജീവിച്ചാലേ അള്ളാഹു തൃപ്തിപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അതാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് നല്ലതായി ഒരു കാര്യം തോന്നിയാൽ പോരാ, അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ
ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത സുന്നത്തിനോട് യോജിക്കുകയും വേണം, അതിനെതിരാകാൻ പാടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് നമ്മളെന്ത് ചെയ്യും? ദീനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്താൽ അള്ളാഹു അത് നമ്മളിൽ നിന്ന് സ്വീകരിക്കും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സുന്നത്തിനോട് യോജിക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ പല ആളുകൾക്കും സംശയം ഉണ്ടാവാറുണ്ട്. പല പ്രവർത്തനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ദീനിൻ്റെ ഭാഗമായിക്കൊണ്ട് ചെയ്യുന്നില്ലേ? ഉദാഹരണത്തിന് നമ്മൾ മദ്രസകൾ അല്ലെങ്കിൽ സ്കൂളുകൾ പോലത്തെ ഇസ്ലാമിക് ആയിട്ടുള്ള അധ്യാപനങ്ങളും മറ്റുമൊക്കെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടത്തിക്കൊണ്ടുവരാറുണ്ട്. അങ്ങനൊരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഒരു ക്ലാസ് നടക്കുന്നത്. അപ്പം ഇങ്ങനൊരു സ്ഥാപനം ഇത് നബി സല്ലല്ലാഹു അലൈഹി സുന്നത്തിന് യോജിക്കുന്നതാണോ? അതോ ഇത് ഈ പറഞ്ഞ പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്ത പുത്തനാചാരങ്ങളിൽ പെടുമോ എന്ന് പല ആളുകൾ സംശയിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അധ്യാപനങ്ങൾ, അതിൽ ചില കാര്യങ്ങൾ അവിടുന്ന് ചില തടസ്സങ്ങൾ കാരണത്താൽ ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ അവിടുന്ന് ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, അത് ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു. ചില തടസ്സങ്ങൾ കാരണം ചെയ്യാതിരുന്ന പല പ്രവർത്തനങ്ങളുണ്ട്. ഏതുപോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ തറാവീഹ് നിസ്കാരം അത് 3-4 ദിവസങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? നമ്മൾ ഇന്ന് നിസ്കരിക്കുന്നത് പോലെ പള്ളിയിൽ ജമാഅത്തായി തറാവീഹ് നിസ്കാരം നിസ്കരിച്ചിട്ടുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ഒരു പ്രവർത്തനം തുടരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അവിടുന്ന് തന്നെ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് തുടരാതിരുന്നത്, അതിന് തടസ്സമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അവിടുത്തെ ഉമ്മത്തിൻ്റെ മേൽ അത് നിർബന്ധമാക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. ആ ഒരു ഭയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഒരു നിസ്കാരം തുടരുന്നതിൽ നിന്ന് തടഞ്ഞത്. അതേപോലെ തന്നെ വേറെ ചില പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത് ചെയ്യാൻ ഉള്ള, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. ഏതുപോലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരു മുസ്ഹഫായി ക്രോഡീകരിക്കുകയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമോ ഒന്നൊരിക്കലും സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇത് വിശദീകരിച്ചു പറയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനമാണ്, ദീനുൽ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടുത്തെ കാലത്ത് ചെയ്യാൻ തടസ്സമായതുകൊണ്ട്, പല സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യം നമ്മളുടെ കാലഘട്ടത്തിൽ ചെയ്യുന്നതൊരിക്കലും എന്താവുകയില്ല, അത് ബിദ്അത്താവുകയില്ല. അത് ബിദ്അത്താവുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കാത്തതാവുകയില്ല. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ചുരുക്കി പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങളോട് യോജിക്കുന്നതായിരിക്കണം നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും. അതിനെതിരാകുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. ആ വിഷയത്തിൽ നമ്മളെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു സംഭവം, താബീങ്ങളുടെ കാലഘട്ടത്തിലെ പ്രമുഖനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു സംഭവം.
എന്താണത്? സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ല അദ്ദേഹം സുബഹി നിസ്കാരം കഴിഞ്ഞ്, നമുക്കറിയാം സുബഹിക്ക് ശേഷം സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്. സുബഹിക്ക് ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരേക്കും മറ്റൊരു നിസ്കാരവും പാടില്ല. ഇനി ആകെ നിസ്കരിക്കാൻ പറ്റുന്നത് ഏത് മാത്രം ഇളവുള്ളത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് എന്തെങ്കിലും ഉറങ്ങി എഴുന്നേൽക്കാൻ വൈകുകയോ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ കാരണത്താൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതെന്നും കൃത്യമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ നിസ്കാരത്തെ സുബഹിക്ക് ശേഷം ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ നിസ്കരിക്കാവുന്നത്, അതിലൊരു ഇളവ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതല്ലാത്ത മറ്റൊരു നിസ്കാരവും നിസ്കരിക്കരുതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. അപ്പോൾ ഒരു വ്യക്തി സുബഹി നിസ്കാരത്തിന് ശേഷം, സുബഹി ജമാഅത്തിന് ശേഷം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലയുടെ മുന്നിൽ വെച്ച് തന്നെ, അതേ പള്ളിയിൽ വെച്ച് തന്നെ 2ൽ കൂടുതൽ റക്അത്തുകൾ നിസ്കരിക്കുന്നതായിട്ട് ഇദ്ദേഹം കാണാം. അപ്പോൾ അദ്ദേഹം ഈ നിസ്കരിക്കുന്ന ആളോട് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചെന്താ, ഞാൻ എൻ്റെ ഈ നിസ്കാരം കൊണ്ട് റബ്ബനെ ശിക്ഷിക്കുമോ? ഞാനിങ്ങനെ കുറേ നിസ്കരിച്ചുകൊണ്ട് റബ്ബനെ ശിക്ഷിക്കുമോ എന്ന് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്ത് അല്ലാഹ് ശിക്ഷിക്കുമോ? ഇത് നല്ല കാര്യമല്ലേ, അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? നിസ്കാരം കൊണ്ട് അല്ലാഹ് ശിക്ഷിക്കൂല, പക്ഷേ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി എന്നുള്ള കാരണത്താൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കും. നീ നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹു നിന്നെ ശിക്ഷിക്കൂല, പക്ഷേ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി എന്നുള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ശിക്ഷിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾക്ക് ഒരു വിഷയത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് നമ്മൾ എതിരാകാവതല്ല. അത് ഏത് മേഖലയിലാണെങ്കിലും, ദീനിൻ്റെ ഏത് വിഷയങ്ങളിലാണെങ്കിലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അത് മതി നമുക്ക് സ്വർഗത്തിലെത്താൻ, അത് മതി നമുക്ക് നരകത്തിൽ രക്ഷപ്പെടാൻ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനേക്കാളും തൻ്റെ ഉമ്മത്തിനോട് നസീഹത്തുള്ള മറ്റാരുമില്ല. പക്ഷെ നമുക്ക് എന്തൊരു ചെറിയൊരു ഖൈറാണെങ്കിൽ പോലും അത് നമ്മളിലേക്ക് എത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമാവധി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. എന്തൊരു ഷർറ് നമ്മൾ നരകത്തിലേക്ക് എത്തിക്കുന്ന എന്തൊരു ഷർറുണ്ടോ അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാതെ, നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ആഖിറത്തിൽ പരലോക വിജയത്തിന് ആവശ്യമായ ഒരു കാര്യവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാതെ വിട്ടുപോയിട്ടില്ല, ഒരു കാര്യവും. അല്ലേ, സ്വഹാബത്ത് പറയാറുണ്ട്, ആകാശത്തുകൂടെ എന്തെങ്കിലും പക്ഷികൾ പറക്കുന്നുണ്ടെങ്കിൽ ആ പക്ഷികളിൽ എന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ അതുപോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അല്ലേ, അതുകൊണ്ടല്ലേ നമുക്കറിയാം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ആകേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ഏത് സന്ദർഭത്തിൽ എന്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അല്ലേ, ബാത്റൂമിൽ പോകുമ്പോൾ പോലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേറ്റാൽ രാത്രി ഉറങ്ങുന്നത് വരേക്കും ഓരോ ചെറിയ ചെറിയ മേഖലകളിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ വ്യക്തമാണ്, വിശദമാണ്. അപ്പോൾ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു കാര്യം പഠിപ്പിച്ച് തന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താ? ആ കാര്യത്തിൽ നമുക്ക് ഖൈറില്ല. ആ കാര്യത്തിൽ നമുക്ക് ഖൈറായിരുന്നെങ്കിൽ, നമുക്കതൊരു ഖൈറുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ച് തരാതെ പോവില്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് നമ്മൾക്ക് ഖൈറ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു സൃഷ്ടിയും കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഖൈർ അറിയിച്ചു കൊടുത്തിട്ട് അത് നമ്മൾക്ക് ഖൈറാകുമെന്ന് അറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് പറയാതെ വിട്ടു പോവില്ല, ഒരിക്കലും പോവില്ല. ഒന്നും വേണ്ട, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വന്തം നാട്ടുകാർക്കിടയിൽ അൽ-അമീൻ എന്ന് വിളിക്കപ്പെട്ട് എല്ലാവരും സ്നേഹിക്കപ്പെട്ട് ആദരിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു.
ആ അവസ്ഥയിൽ നിന്ന് സ്വന്തം കാര്യം തനിക്ക് മാത്രം നരകത്തിന് രക്ഷപ്പെടണം, തൻ്റെ കാര്യം മാത്രം ശരിയാക്കണം എന്ന മെൻറ്റാലിറ്റി ആയിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടുകാർക്ക് എത്രയധികം പ്രയാസപ്പെടുത്തേണ്ടി വരില്ലായിരുന്നു. ഈ കണ്ട ബദറും ഉഹദും മറ്റെല്ലാ യുദ്ധങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ടി വരില്ലേ? ഇതൊക്കെ ചെയ്തതും ആളുകളുടെ അടിയും കുത്തും തൊഴിയും പരിഹാസങ്ങളും ചീത്തവിളിയും കൊല്ലാൻ നോക്കലും എല്ലാം നേരിട്ട് ഈ കണ്ട സ്വന്തം നാട്ടുകാർക്ക് കുടുംബക്കാർക്കെതിരിൽ ബദറും ഉഹദും പോലത്തെ യുദ്ധങ്ങളൊക്കെ ചെയ്ത് ഇത്രയധികം കഷ്ടപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രയാസപ്പെട്ടതൊക്കെയും ഒരിക്കലും രാജ്യം വെട്ടിപ്പിടിക്കാനോ എല്ലാവരെയും പിടിച്ചടക്കി വലിയൊരു അധികാരി ചക്രവർത്തി ആവാനോ ദുനിയാവിൻ്റെ സമ്പത്തുകൾ തന്നിൽ ഒരുമിച്ച് ചേർക്കാനൊന്നും വേണ്ടിയിട്ടായിരുന്നില്ല. അത് നമ്മൾക്ക് ദീനെത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും തൗഹീദിൻ്റെ വെളിച്ചം എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിൽ ഓരോരുത്തർക്കും ദീൻ ഇസ്ലാമിൻ്റെ പ്രകാശം പകർന്നു തരാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. അതിന് തടസ്സമാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഓരോ നാട്ടുകാരുടെ യുദ്ധം ചെയ്യുന്നത് അല്ലേ? യുദ്ധം എന്നുള്ളത് അത് ദീൻ ഇസ്ലാമിന് പഠിപ്പിക്കപ്പെട്ടത് തന്നെ ഈ ഒരു കാര്യത്തിന് തടസ്സമാകും മാത്രമാണ്. ഒരു നാട്ടുകാർ ഇസ്ലാം സ്വീകരിക്കുന്നെങ്കിൽ പിന്നെ അവരോട് ഒരക്ഷരം അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല ദീൻ ഇസ്ലാം. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓരോരുത്തർക്കും ഖൈറെത്തണം എന്നുള്ള ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമുക്കൊരു ഖൈറ് പറയാതെ വിട്ടുപോകുമെന്ന് വിചാരിക്കുന്നത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി സംബന്ധിച്ച് വിചാരിക്കുന്ന മോശം വിചാരമാണ്. അങ്ങനെ ഒരിക്കലും നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി സംബന്ധിച്ച് അങ്ങനെ വിചാരിക്കുന്നത് ശരിയല്ല. അത് വലിയ തെറ്റായിട്ടുള്ള മോശം വിചാരമാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ നിശ്ചയിച്ച ഈ 2 മാനദണ്ഡങ്ങൾ, ഇത് രണ്ടും നമ്മളിൽ ഒരുമിച്ച് ചേരണം. എന്നുവെച്ചാൽ ഇതിലേതെങ്കിലും ഒന്ന് വന്നു മറ്റൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യില്ല, പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ഇത് രണ്ടും നമ്മളിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ ഉപകരിക്കുക അല്ലേ? നമുക്കറിയാം, ഖിയാമത്ത് നാളിൽ മീസാനിൽ നന്മയുടെ തുലാസ് ആ ഭാഗം കനം തൂങ്ങുന്നവരാണ് വിജയിക്കുക. തിന്മയുടെ ഭാഗം കനം തൂങ്ങുന്നവർ അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. ഈ ഒരു അടിസ്ഥാനം അറിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബിന് വേണ്ടിയിട്ടല്ലെങ്കിൽ, അല്ലെങ്കിൽ റബ്ബിന് വേണ്ടിയിട്ടും മറ്റു പലർക്കും വേണ്ടിയിട്ടാണെങ്കിൽ ആ പ്രവർത്തനത്തിന് മീസാനിൽ കനം ഉണ്ടാവില്ല. ആ പ്രവർത്തനത്തിന് മീസാനിൽ കനമുണ്ടാവുകയില്ല. അല്ലാഹ് പറഞ്ഞു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അള്ളാഹുവിന് പുറമേ മറ്റു പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യും, മറ്റു പലരെയും ഇബാദത്ത് ചെയ്യും, അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലാഹ് പറയാണ്, അവരിലേക്ക് നാം തിരിയുകയും അവരുടെ പ്രവർത്തനങ്ങളെ ചിതറിത്തെറിക്കുന്ന ധൂളികൾ പോലെ, എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെയിലടിക്കുമ്പോൾ കാണാറുണ്ട് ചെറിയ പൊടിപടലങ്ങൾ പറക്കുന്നത് അന്തരീക്ഷത്തിൽ. അതുപോലെ എന്ന് വെച്ചാൽ അതിന് മീസാനിൽ യാതൊരു കനവും ഉണ്ടാവില്ല. അത്തരം പൊടിപടലങ്ങൾക്ക് ഒരു കനവും മീസാനിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഉപകരിക്കണമെങ്കിൽ ഈ 2 ക്വാളിറ്റികളും എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോന്നിലും ഈ 2 ക്വാളിറ്റികൾ ഉണ്ടോ എന്ന് പരിശോധിക്കൽ പരലോക വിജയം ആഗ്രഹിക്കുന്നവരുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. ഓരോന്നിലും അതിൽ പ്രത്യേകം നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ഇഖ്ലാസിൻ്റെ വിഷയത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ അത്രത്തോളം ഗൗരവത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ കടന്നു വന്നപ്പോൾ മസ്ജിദിൽ സ്വഹാബത്ത് കാര്യമായി ചർച്ച ചെയ്യാം, ഗൗരവപ്പെട്ട എന്തോ ഒരു കാര്യം ചർച്ച ചെയ്യാം. അപ്പോൾ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, നിങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ് ഈ സംസാരിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് ദജ്ജാലിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, നിങ്ങളുടെ മേൽ ഞാൻ ദജ്ജാലിനേക്കാൾ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കിനെ സംബന്ധിച്ചാണ്. നിങ്ങളുടെ മേൽ ദജ്ജാൽ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ മേൽ ഫിത്തനയും ഫസാദൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ
ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കിന്. എന്താണ് ചെറിയ ശിർക്ക് എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത് റിയാ. റിയാ എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി അമലുകൾ ചെയ്യുക. ഇത് നബി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉമ്മത്തിൻ്റെ മേൽ ദജ്ജാലിനേക്കാൾ പേടിക്കുന്നത് അത് ഇഖ്ലാസിനെതിരാകുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇഖ്ലാസ് എത്രമാത്രം വിരളമാണ്, അതെത്രമാത്രം കുറച്ചാണ്, അത് കിട്ടുക എന്നുള്ളത് അത്രമാത്രം പ്രയാസമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി റഹിമുള്ളയെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ സലഫുകളിൽപ്പെട്ട ഇമാമിയങ്ങൾ പറയാറുണ്ട്, മാ ആലജ്തു ഷൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യത്തി. എൻ്റെ നീയത്ത് മാറാതെ ഞാൻ പരിശ്രമിക്കുന്നതിനേക്കാളും ഞാൻ മറ്റൊരു കാര്യത്തിലും പ്രയാസപ്പെട്ടിട്ടില്ല, മറ്റൊരു വിഷയത്തിലും ഞാൻ ബുദ്ധിമുട്ടിയിട്ടില്ല എന്ന് സലഫുകൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ നീയത്ത് മാറാതെ പിടിച്ചു വയ്ക്കുക, നമ്മുടെ ഹൃദയത്തെ നീയത്ത് അതിൽ മാറാതെ പിടിച്ചു വയ്ക്കുക എന്നുള്ളത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം പറയാം. കാരണം ദലിയന്നഹ തതഖല്ലബു അലൈ, കാരണം ആ നീയത്ത് അത് സ്ഥാനം കൽബാണ്. കൽബിന് കൽബ് എന്നുള്ള പേര് തന്നെ വരാൻ കാരണം അത് മാറി മറിയുന്നതായതുകൊണ്ടാണ്, മാറിക്കൊണ്ടേയിരിക്കും. ഈ മാറിക്കൊണ്ടേയിരിക്കുന്ന കൽബിൽ ഇഖ്ലാസിനെ മാറാതെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെ. അപ്പോൾ ഇത് പ്രയാസം പറഞ്ഞ് നിങ്ങളെ പേടിപ്പെടുത്തുകയൊന്നുമല്ല, അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ്. കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാലല്ലാതെ നമ്മൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് നിലനിർത്തുക സാധ്യമല്ല. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. കുറച്ചൊന്ന് പ്രയാസപ്പെടാൻ നമ്മൾ തയ്യാറാകണം. റബ്ബ് സുബ്ഹാനഹു സഹായിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് എളുപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു തേട്ടെ നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ പ്രവർത്തനവും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ ഓരോ പ്രവർത്തനങ്ങളും സംസാരങ്ങളും എഴുത്തുകളും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നോട്ടങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാക്കാനും അവിടുത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് യോജിക്കുന്ന രൂപത്തിലാക്കാനും റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ.